അങ്ങനെ ഈ ഒരു വീഡിയോയോട് കൂടി നമ്മുടെ കല്യാണ വീഡിയോസ് അവസാനിക്കുക കേട്ടോ. ഇത് നമ്മളെ വീട്ടിലെ റിസപ്ഷൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. കുറച്ച് കാര്യങ്ങളെ കിട്ടിയിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞൊരു 3 ഡേ കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മളെ വീട്ടിലെ റിസപ്ഷൻ. ചെക്കനും പെണ്ണും ഒക്കെ നമ്മളെ കൊയിലാണ്ടി ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവരിങ്ങോട്ട് വന്ന് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ റിസപ്ഷൻ നടത്തിയത്. നല്ല അടിപൊളി ബ്ലൂ കളറിലായിരുന്നു രണ്ടുപേരും. പുണ്യ അല്ല നമ്മളെ മാലൂട്ടി നല്ലൊരു സാരിയൊക്കെ കൊടുത്തിട്ട് സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം പുണ്യ എന്നാണ് മാലുവിൻ്റെ ശരിക്കുള്ള പേരിട്ടോ. അപ്പം ഞാൻ മാലു എന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് പേരൊന്ന് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ആരും തന്നെ ഡ്രസ്സ് ഒരേ കളറിലൊന്നും അല്ലായിരുന്നു കേട്ടോ. എല്ലാവരും വ്യത്യസ്ത കളറിലായിരുന്നു. പക്ഷേ എല്ലാം കൊണ്ടും മൊത്തത്തിലൊരു കളർഫുള്ളായിരുന്നേ. പക്ഷേ എനിക്ക് കല്യാണത്തിൻ്റെ പോലെ വീഡിയോസ് എടുക്കാനൊന്നും ആയില്ല. നമ്മളെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വന്നത് ഈ റിസപ്ഷനായിരുന്നു കേട്ടോ. കാരണം കല്യാണം ചുരുക്കത്തിലായതിനെ കൊണ്ട് തന്നെ എല്ലാവരെയും നമ്മൾ റിസപ്ഷനായിരുന്നു ക്ഷണിച്ചത്. അപ്പോൾ അന്ന് നല്ല മഴ അതിനുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ലായിരുന്നു കേട്ടോ. 22-നായിരുന്നു കല്യാണം. സജീഷറിൻ്റെ എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ അടുത്ത എല്ലാ ഫ്രണ്ട്സും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഒരു പങ്കെടുത്തത് ഈ റിസപ്ഷനായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ലെഹങ്കയായിരുന്നു ഇട്ടത്. അപ്പോൾ അതും അങ്ങനെ തന്നെ ഒരുപാട് അഴിച്ചുപണികൾ ചെയ്തതിന് ശേഷമാണ് കയ്യിൻ്റെ എല്ല് പൊട്ടിയതിനെ കൊണ്ട് മാറ്റിമറിച്ചിട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സൈഷറിൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളായിട്ട് ഉള്ള എല്ലാവരും തന്നെ പങ്കെടുത്തൊരു റിസപ്ഷനായിരുന്നു. പിന്നെ ഈ റിസപ്ഷന് എന്താ പറയുക, ഒരു എല്ലാവർക്കും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പോയിട്ട് കാണാൻ പറ്റിയൊരു രീതിയിലല്ലായിരുന്നു അവിടുത്തെ സെറ്റപ്പ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളെ മിസ്സായിട്ടുണ്ട് ഈ റിസപ്ഷന്. കാരണം മുകളിലും താഴെയായിട്ടായിരുന്നു. മാലും മുകളിലും അതേപോലെ ഫുഡും കാര്യങ്ങളൊക്കെ താഴെയായിരുന്നു. കൊയിലാണ്ടി ടൗൺ ഹാളിൽ നിന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ സൗകര്യം കൊയിലാണ്ടി ഉള്ളവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾ ഈ വീഡിയോസിൽ മിസ്സാണ്. ആരൊന്നും വിചാരിക്കരുത്. എനിക്ക് എടുക്കാനുള്ള ഒരു പരിമിതിയുണ്ട്. വലത്തെ കൈ താഴോട്ടിറക്കി വെക്കാൻ പറ്റൂല. അപ്പോൾ സൈഷറിന് അവിടെ നിന്ന് എൻ്റെ കൂടെ തന്നെ വന്ന് എടുത്തത് മാത്രമേ ഈ വീഡിയോസിലുള്ളൂ. പിന്നെ നല്ല ഫുഡായിരുന്നു. വ്യത്യസ്ത തരം ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവസാനമാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. കാരണം സൈഷറിന് ഒഴിവ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. അപ്പോൾ നല്ല ഫുഡും കാര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളെ മക്കളെ ഡാൻസ് ഇന്നും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഡാൻസ് വീഡിയോസൊക്കെ ഞാൻ ഇടാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അധികവും കോപ്പിറൈറ്റ് വരുന്നതിനെ കൊണ്ടാണ്. എന്നാലും കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കേട്ടോ. നമ്മളെ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളതും ഞാനും സജീഷറിനും കൂടി ഉള്ളതും നമ്മളും മക്കളും കൂടി ഉള്ളതും അതേപോലെ സജീഷറിൻ്റെ ഫാമിലി ഏട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉണ്ണിയേട്ടൻ നീനു അങ്ങനെ നമ്മളെ വന്ന സുഹൃത്തുക്കളുടെ കൂടെയൊക്കെയുള്ള അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.